എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇതിനൊക്കെ ഇത്രയും നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അന്നേ കണ്ടപ്പോൾ തോന്നിയിരുന്നട്ടാ എന്തോ ഒരു വിഷമുള്ളതുപോലെ. പിന്നെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ചില ക്ലീശ ഡയലോഗുകൾ കേൾക്കാറില്ലേ? എപ്പോഴാണ് ഇത് കേൾക്കാമെന്നറിയോ? നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്നൊരാൾ ഡിസപ്പിയർ ആകുമ്പോൾ, സൂയിസൈഡ് ചെയ്ത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ, അതുവരെ നമുക്കടുത്തൊരാളെ നോക്കാനോ മിണ്ടാനോ ചിരിക്കാനോ എന്തിന് വാട്സാപ്പിൽ പോലും ഒരു സുഖാന്വേഷണം നമ്മൾ നടത്താറില്ല. ഇനി അവരെപ്പോഴെങ്കിലും അത്രയും വിഷമത്തിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ നമ്മളോടൊരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്നോ നമുക്കപ്പോൾ എങ്ങില്ലാത്ത തിരക്കായിരിക്കും, ഒട്ടും നേരില്ലാണ്ട പിന്നീടാവാം എന്ന് പറയും. അവര് നമുക്കിടയിൽ നിന്ന് പോയി എന്നറിഞ്ഞ ആ നിമിഷം നമ്മളെത്തും. എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, എന്തിന് ഒരു ആംഗ്യം കൊണ്ടെങ്കിലും എൻ്റെ ഹെൽപ്പ് വേണം എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പറന്നെത്തുമായിരുന്നു. സൂയിസൈഡായിരുന്നോ അതിനുള്ളൊരു പരിഹാര മാർഗം എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഒരു തരം ഷോ ഓഫാണ്. ഒരാളെ ശരിക്കും നമുക്ക് സ്നേഹിക്കണം, അല്ലെങ്കിൽ സഹായിക്കുക എന്ന് പറയുമ്പോൾ പണം കൊണ്ട് തന്നെ എല്ലാവർക്കും സഹായിക്കാൻ പറ്റില്ല അല്ലേ? അപ്പം നമുക്ക് നമ്മളുടെ സമയം കൊടുക്കാം, നമ്മുടെ സർവീസ് കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് ചെയ്തു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുക. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ആരെയോ കേൾപ്പിക്കാനായിട്ട് ഒരു ഡയലോഗ് പറഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ഒരു സമാധാനം കിട്ടുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ആർക്കൊരു ഉപകാരം ഉണ്ടാവില്ല. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.